ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മള് ഒന്ന് എയർപോർട്ട് വരെ പോവുകയാണ്. നമ്മുടെ MJB വന്നിട്ടുണ്ട്, മുജീബ് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അളിയാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഇരിക്കായിരുന്നു, ഇങ്ങനെ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണം. ഇന്നലെ വിളിച്ചിട്ട് രാവിലെ വാറാസി ഞാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. ആഷിക്കിനെ ഉറക്കത്തിന്ന് എണീപ്പിച്ച് ചായ പിടിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകണം. അങ്ങനെ അതും കൂടി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ വീട്ടിൽ കയറി സർപ്രൈസ് കൊടുക്കും. നിലവിൽ ആഷിക്കിൻ്റെ വീടിൻ്റെ വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണം, ആഷിനെ പിക്ക് ചെയ്യട്ടെ, അവനൊന്ന് എണീപ്പിച്ച് സെറ്റാക്കട്ടെ. ആഷിനെ വിളിക്കാൻ പോയപ്പോൾ അനിയൻപിള്ള പറയുന്നു റാസി ഉറങ്ങട്ടെ റാസിന്ന്. 4:30 ഒന്ന് കിടന്നിട്ടുള്ളൂ. ദൂരിയൊക്കെ നമുക്ക് പിക്ക് ചെയ്തിട്ട് വന്നിട്ട് ഫസ്റ്റ് സർപ്രൈസ് ആഷിക്കിന് കൊടുക്കാം. നമുക്ക് രാവിലെയാണെങ്കിൽ രാവിലെ ഒന്ന് കഴുകി, വേറൊന്നുമില്ല. ചിക്കന് റെഡ് ബുള്ള് കൂച്ചണമെന്ന്. റെഡ് ബുള്ളേ ഞാൻ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും പറഞ്ഞത്, എനിക്ക് റെഡ് ബുള്ള് വേണോട്ടാണ്. അപ്പം അങ്ങനെ റെഡ് ബുള്ള് ചെക്കന് മേടിച്ചു കൊടുക്കാം. അങ്ങനെ സാധനം മേടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ചായ കുടിച്ച് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചൊരു വടയിൽ നിന്നേ കേട്ടോ. എയർപോർട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഇനി എവിടെയാണെന്നാവോ ഈ വധൂരി? മറ്റേ സീനായിരിക്കുള്ളൂ കേട്ടാ. ഞാനിപ്പോഴേ പറയുന്നു, ആളൊരു ടീഷർട്ട് അല്ലെങ്കിൽ ലൂസ് ഒരു പാൻറ്, എന്നിട്ട് ഒരു സ്പെക്ക് ഉണ്ടാവും, എന്തെങ്കിലും സ്ക്വയർ ടൈപ്പ് സ്പെക്ക് ഉണ്ടാവും, ബബിൾക്കോം ഇങ്ങനെ ചവച്ച് വന്നുണ്ടാവും. അതായിരിക്കും ആളുടെ സ്റ്റൈല്. പയ്യൻ വരുന്നുണ്ട് മോനെ. അസ്സലാമലൈക്കും. എന്താ പാടിനി? എക്സ്പീരിയൻസ് പറയൂ ഗായ്സ്. കൊറേ നാൾക്ക് ശേഷം വ്ലോഗിൽ വരല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്താണത്? ആളിന് കൂച്ചാനൊരു റെഡ് ബുൾ അപ്പുറത്തുണ്ട്. ഇതെന്താണ് സമയത്ര? ഇപ്പോ 8:50. ഏതാണ് മറ്റേ അനീസടിയില്ലേ? അറ്റൻഡ് ആണോ? 10 മണി ഉറക്കുള്ളൂ. ചിക്കന് ചോക്ലേറ്റ് ഒക്കെ വേണം പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാനുണ്ട്. ഇന്നത്തെ കണ്ടന്റ് നീയാണ്. മതിയില്ലേ, പിന്നെ വേറൊന്നും വേണ്ടല്ല. അപ്പൊ ഇനി നേരെ ആശീനെ നമുക്ക് ഉറക്കത്തിൽ എണീപ്പിക്കാം. ഞെട്ടോരിക്കോ? എനിക്ക് വല്ല പ്രതീക്ഷ ഉണ്ടായില്ല. അവനെങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ മൂഞ്ചേരിയില്ലേ. അതെ, എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം തൊട്ടായിരുന്നേ ഞാൻ ആശിനെ വിളിച്ചു. ആദ്യത്തെ തവണ പോവാൻ തരൂലേ, എന്നെ ആക്കാൻ വന്നില്ല എയർപോർട്ടില്, ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞേ. എന്നിട്ട് ആ തവണ നാട്ടിൽ വന്നപ്പോ ഞാൻ അവനാണ് വിളിച്ചത് പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞോണ്ട്. എന്നിട്ട് അവൻ വിളിച്ച പറഞ്ഞേ ഉറക്കപ്പിച്ചിന്ന് എണീക്കണ. ഞാൻ പറഞ്ഞ ഞാൻ എയർപോർട്ടിലെത്തി, നീ എവിടെ? എടാ അതെ എടാ, ഇന്നലെ കുറച്ച് പരിപാടി, ഞാൻ ഉറങ്ങിപ്പോയി, പേടിക്കണ്ട, ആശി കാലുവേലുണ്ട്, ഞാൻ അവരെ വിളിച്ചു പറയാൻ വന്ന് നിന്നെ പിക്ക് ചെയ്തോളൂ. അല്ല പിന്നെ നേരെ ആശീനെ നമുക്ക് എണീപ്പിക്കാം. ബാക്കി എന്നിട്ട് എക്കത്തിനങ്ങടെ പൊക്കി എണീപ്പിക്കുക, അമ്പേക്കറിൽ കൊണ്ടേ നിർത്താം. അതാണ് പ്ലാൻ. അപ്പൊ ആശിക്ക് ഇപ്പൊ തന്നെ പുറത്തോട്ട് ഇറങ്ങും. അപ്പോ ആശിയുടെ വീടിന്റെ അവിടെ എത്താറായിട്ടുണ്ട്. എന്നിട്ട് ഇവനെ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താം, അങ്ങോട്ട് എത്തിക്കും. ഞാൻ എന്ത് ചെയ്യണം? നീ അവിടെ അങ്ങോട്ട് പോകും. ഇവിടെ നീ കുനിഞ്ഞിക്കോ? എടാ ഇങ്ങനെക്കല്ലേ, ഇങ്ങനെക്കുമ്പോ അത് ആരാന്നുള്ള രീതിയിൽ നോക്കൂലേ പൊട്ടാ. നിന്റെ തലേന്ന് മനസ്സിലാവും. വണ്ടി ഓഫ് ആക്കിയിട്ടില്ല. അത് ഫാൻ ഇതായിട്ടില്ല. അപ്പൊ അങ്ങനെ പരിപാടികൾ നോക്കാം. എനിക്കൊക്കെ ഇതുപോലെ പുറത്തൊക്കെ പോയിട്ട് സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അമ്മിന് പുറത്തോട്ടൊന്നും പോകില്ല. നമ്മളുടെ പരിപാടി ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാ അതിൻ്റെ ഒരു വ്ലോഗ് ഉണ്ടാവും എന്തായാലും. അവൻ വന്നിട്ടുണ്ട്, ആശിക്ക് വന്നിട്ടുണ്ട്.
അപ്പൊ ഇനി ചോദിക്കാൻ പോകുന്നത് ചായ കുടിക്കാനായിട്ട് ഞാൻ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ള ഇതിലേക്ക് സംസാരിക്കാൻ പോണം. ഇതേ നമ്മളാ ഒടിച്ച ആള് വന്നിട്ടുണ്ട്, ചായ കുടിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. 4:30 അവൻ എന്താ പറയാ വീട്ടിൽ കയറി. അബീബി 4:30 വീട്ടിൽ കയറി. ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് സെറ്റാക്കിയാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ പറയില്ലേ, കമ്പനിക്കാരെ നമ്മൾ ഒരിക്കലും നമ്പാൻ പാടില്ല. എന്താ വിശേഷം? ഗ്ലാസ് ഒക്കെ കൊള്ളാട്ടാ, നല്ല മഞ്ചലായിട്ടുണ്ട് കാണാൻ. പാംട്രി കയറാൻ പറ്റില്ലല്ലോ. പാംട്രി കയറാൻ ഞാൻ രാവിലെ 4:30 എത്തിയത്. സർപ്രൈസ് ആയി. ഞാൻ സർപ്രൈസ് ആയി. ഇവനെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ വന്നെ നീ അറിയൂല, ഉറപ്പാണ് നീ അറിയൂല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. പക്ഷെ ഏതെങ്കിലും വഴിയിൽ ഞാൻ അറിയൂന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഒരു സൂചന എനിക്ക് കിട്ടി മുജീബേ. ഫൈസലിനെ മറ്റേ വിളിച്ചിട്ട് ഫോൺ എടുക്കാതായപ്പോ അവൻ എന്നെ വിളിച്ചിരുന്നു. കാറിന്റെ എന്നെ വിളിച്ചിരുന്നു. മെയ് 1 ഏതോ 28 അങ്ങനെ എന്തോ ഡേറ്റ് പറയണ്ടായിരുന്നു. പോന്നാ എങ്ങോട്ടാ പോണ? ഇനിയിപ്പോ അൽത്താഫിനൊക്കെ ഒന്ന് പൊട്ടിക്കണം ആദ്യം. അത് പോയിട്ടില്ലേ? വാപ്പിണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വാപ്പ മിക്കാറും നായി അവിടെ നിന്നാ പറയുന്ന അങ്ങനെ മിക്കവാറും. എന്താ അബ്ദുള്ള മണ്ടനാ ഇതിലേക്ക്? അബ്ദുള്ള മണ്ടൻ. നിന്റെ വാപ്പയുടെ പേരെന്താണ്? നിന്റെ വാപ്പയുടെ എന്താണ്? ആ അപ്പൊ അബ്ദുള്ള എന്നല്ല, അബ്ദുള്ള മണ്ടൻ. ആ നിന്റെ വാപ്പയുടെ അല്ല അബ്ദുള്ള. ഓട്ടോമാറ്റിക്കല്ലേ? അത് കാലിങ്ങനെ ആക്കിയാ മതി. തെറി പറയോ? അപ്പൊ അങ്ങനെ ചെക്കൻ വ്ലോഗ് എടുക്കാൻ പറയണ്ട, എന്തോ സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറയണ്ട. ഫസ്റ്റ് തന്നെ നമുക്ക് റാസിക്കിനെ സർപ്രൈസ് ചെയ്യാം. പറഞ്ഞ സാധനം സർപ്രൈസ് ആയിരിക്കുന്നു ഗായ്സ്. ന്യൂ ഇയറങ്ങളിലേക്ക്. അതെ, അപ്പൊ ഇനി അടുത്ത വ്ലോഗ് വിട്ട് മൈക്ക് ഉണ്ടാവുന്നതാണ്. വീട്ടിൽ വെച്ച് വിമാനപ്പൂറോട് കാട്ടിരുന്നല്ലേ? ഇങ്ങനത്തെ പരിപാടിക്ക് വിമാനപ്പൂറോട് അൽത്താവിന്റെ ചക്കരി മാറിപ്പോയാ. കുഴപ്പമില്ല, അർജന്റീന എടുത്തിട്ടുണ്ട്. പോർച്ചുഗൽ ഫാനായ അൽത്താഫിന് ഇതിലും വലിയ പ്രൈസ് കിട്ടാനില്ല. പോർച്ചുഗൽ ഫാനായ അൽത്താഫിന് ഫിഫ വേൾഡ് കപ്പ് ആവാറായി. അപ്പൊ കൊച്ചിനിടാൻ വേണ്ടി അർജന്റീന വെച്ചിട്ടേക്കണേ. ഏത് മൂട് ഇത് പറച്ചിടേ കൊടുക്കണം, അറിവേ കൊടുത്താൻ പറ്റൂല. ഇതെന്റെ കാസിയോ, ഇതെന്റെ പുത്തൻ കാസിയോ. ഇതിന്റെ കഥ എന്താണെന്നറിയോ? ഇല്ല. മുജീബ് മറ്റേ ലാസ്റ്റ് പ്രാവശ്യം എയർപോർട്ടിൽ പോയപ്പോ എന്റെ ഒരു സിൽവർ കാസിയോ നീ കണ്ടല്ലേ? മറ്റേ ചെറുതല്ലേ? സാധൂലാണ്ട് എവിടെയും പോകൂലല്ലോ. ഇല്ല, ഒരു ദിവസം ഞാൻ ആർക്കും കൊടുക്കലില്ല, ഒരു മനുഷ്യന് ഞാൻ കൊടുക്കലില്ല. പിന്നെ ഒരു ദിവസം വന്നിട്ട് അത് കെട്ടാ ചോദിച്ചാണ്. ഇനി നായിടെന്ന് എനിക്ക് തിരിച്ചിട്ടില്ല. എയർപോർട്ടിൽ വന്ന് പോവാൻ നേരത്ത് തരാന്ന് പറഞ്ഞു. പോവാൻ നേരത്ത് ഞാൻ പോവാൻ നേരത്ത് ചോദിച്ചു തന്നില്ല. എയർപോർട്ടിൽ വെച്ച് ഊരി തരാന്ന് പറഞ്ഞു. എയർപോർട്ടിൽ ആ സെക്യൂരിറ്റി നായടന്ന് വെച്ചെടുക്കണല്ലായിരുന്നു. വണ്ടി എടുത്ത് മാറ്റുന്നു പറഞ്ഞു. റോഡി വണ്ടി എടുത്തോണ്ട് പോയി. ഞാൻ ഈ വാച്ചിന്റെ അരിവ് മറന്നുപോയി. അവിടെ ജർമ്മനിയിൽ എത്തിപ്പിടി ഓർക്കണേ വാച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു പുതിയ വാച്ച് കൊണ്ടുവരികയാണെങ്കിൽ പഴയ വാച്ച് തരാം. ഇതല്ല, അവന് ഇത് വേണമെന്ന്. അൺബോക്സ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ ചെയ്താണ്. എന്നാലും അതെന്ത് പരിപാടിയാണ്? ഹായ്, ഇത് സെയിം തന്നെയുള്ള ഇച്ചിരി പ്രീമിയം ആയിട്ടുണ്ട്. ഇത് പുതിയ മോഡൽ. അതിലേക്ക് ഇട്ട് വെച്ച്. അപ്പൊ ഇനി അടുത്ത വ്ലോഗ് ഇതിലായിരിക്കും. ക്ലാസിക്കിനുള്ള സർപ്രൈസ് ഉണ്ടാ? ഇല്ല, അതാണ് ഇതിലെ ഹൈലൈറ്റ്. നിനക്ക് വേണ്ടി വെച്ചാണ് ഞാൻ. ക്ലാസിക്കിനുള്ള സർപ്രൈസ്. പ്രൊഫഷണൽ വ്ളോഗറായ ഇനിയൊന്നും നോക്കാനില്ല. ഇനി
ഡെയിലി വ്ലോഗ് ആയിരിക്കും. ചായ പിടിക്കാൻ പോണ വ്ലോഗ് വരെ ഉണ്ടാവും. എന്റെ ക്യാഷ് അൺബോക്സ് ചെയ്തിട്ടാ. ഇനി HD ദൃശ്യ മികവോടെയാണ് റാസിയുടെ വ്ലോഗ് വരുന്നത്. എന്താണിത്? ടൈഗർ ബാമൊന്നും നെറ്റിപ്പൊക്കുണ്ടല്ലേ? ടൈഗർ ബാമൊന്നല്ല, ആൾക്കാരെന്നാ പണി കിട്ടു. അൽത്താഫിനൊന്നും കാണിക്കല്ലേ തീർന്ന്. അൽത്താഫ് പൂച്ചയുടെ പീക്കം പറയാം. ഇതിനെ കുറിച്ച് എല്ലാം അറിയണോ സംസാരിക്കും. ഇതാണ് മൈക്ക്, ഇതാണ് കേബിള്. ഇതിന് യൂട്യൂബ് നോക്കി റെഡിയാക്കണം. ഇതാണ് പരിപാടി. യൂട്യൂബ് നോക്കാനൊന്നുമില്ല, ജസ്റ്റ് ബ്ലൂടൂത്ത് ആണ്. അടുത്ത ആളെ നോക്കാൻ വേണ്ടി പോണേണ്. നോക്കാനല്ല, പറ്റിക്കാനായിട്ട് കേട്ടോ. അതല്ലേ പറഞ്ഞത്. വിളിച്ചു നോക്കി എവിടെ നോക്കി ആലുവലായിരിക്കും. അങ്ങനെ നമ്മുടെ ജർമ്മൻ ബോയ് ഇവിടെ ഉണ്ട്. നമുക്ക് അവനൊന്ന് കാണാം. സർപ്രൈസ് ആവോ? വിളിക്കുമ്പോ എടുക്കരുതിട്ടാ. നീ അർച്ചാൻ എടുത്തു പോയാ? അത് ശരി. പോവാമോണ് അവരെവിടെ ഇട്ടിരിക്കണേ. നീ മുഖമ്പത്ര പത്തിയുള്ളൂ തിരുവനന്തപുരത്ത്. അനീസിനെ കൊണ്ടുവരാൻ പോയത് അത് ഇന്നലെ 4 മണിക്ക് പോയിട്ട് വെളുപ്പിന് 6 മണിക്ക് എത്തി കിടന്നോളൂ. വിളിക്കാൻ ട്രെയിനൊന്നുമില്ലേ? അവന് ലഗേജ് ഉണ്ടായിരുന്നു ഫുള്ള്. ഈ മോന്തേക്ക് ഒന്ന് കാണട്ടെ. വിശ്വാസമായില്ലല്ലോ. നീ ആദ്യം കിടന്ന നീ ആദ്യം കിടന്ന പിന്നെ ഞാൻ വിചാരിച്ചില്ല ചെറുക്കൻ ഇപ്പൊ ഒരു ചോദിച്ചോട് വണ്ടിയില്ല. ഞാൻ വിചാരിച്ച അമ്മാർക്കറിനോടായിരുന്നു. ആരും പറഞ്ഞില്ല. നൈസായിട്ട് രാത്രി വന്ന് ഞാൻ പെട്ടില് സാധനം പാക്ക് ചെയ്ത് മോളിക്കിട്ട് എപ്പോഴുള്ള പരിപാടി അതല്ലേ. ഇവന്മാരാരും കണ്ടില്ല. എന്നിട്ട് ഒരു ദിവസം അല്ല തലേ ദിവസം ഞാൻ വന്നിട്ട് പാക്ക് ചെയ്യണം ആശിച്ചുണ്ട്. നീ എവിടെ പോണ്? നാട്ടി കുടിക്കണം. ഞാൻ പറഞ്ഞ ആരോട് പറയടാന്ന് പറഞ്ഞു. സ്പോൺസർ ചെയ്ത് മുജീബ് സ്പോൺസർ ചെയ്തിരിക്കുന്ന മുതലാളിയല്ലേ. അപ്പൊ ആദ്യത്തെ ഇത് തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അവന്റെ വ്ളോഗിൽ തന്നെ റിവീൽ ചെയ്ത് പയ്യൻ വന്നിട്ടുണ്ട്. ചെമ്പുതാറി പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ച് ഐശ്വര്യ അടുത്ത് പറഞ്ഞാറുണ്ട്. ഹലോ 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 ടെസ്റ്റ് ഒരു മിനിറ്റ്. ഐശ്വര്യക്ക് അറിയാം. അടുത്ത് പറഞ്ഞ ഐശ്വര്യല്ലടാ അറിയാടെ അടുത്ത് പറഞ്ഞടാ. ട്രിപ്പ് പോയപ്പാ ഇവിടെ ഒന്നേന്റെ എന്തോ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ അർഷാന്റെ വഴിയാണിത് കേട്ടാ. പണ്ടത്തെ അർഷതല്ല. അതെ അർഷാന്റെ നിഴലുണ്ട്. വണ്ടി വളച്ച് ഏത് അതാണ് അർഷാന്റെ. നീ ആഷിക്കുണ്ടായി വിളിക്കാൻ വന്നു. ആഷിക്ക് വണ്ടി എടുക്കാൻ പോയി. ഞാനത് ആഷിക്ക് രാവിലെ വിളിച്ച് ഈ കാര്യം പറയണ്ട. ഞാൻ പുറത്തോട്ട് വരാന്ന് പറയും. ആഷിക്കിനെ അറിയൂപ്പാ. ഇപ്പൊ അറിയാം. എന്നെ കാണാൻ പറ്റുന്ന പറഞ്ഞാ നമുക്കൊന്ന് പറ്റിക്കായിരുന്നു. അങ്ങോട്ട് രണ്ടാശിനെ കണ്ട് അനീസ് വിളിച്ചിട്ട് ഹലോ ഹലോ അതായിട്ട് പോയിട്ടോ. അത് ശരിയാണല്ലോ. വന്നെന്ന് പറഞ്ഞോണ്ട് ഞാൻ നേരത്തെ ജോലി നിർത്തി. അൺഎംപ്ലോയിഡ് ആള്. ആരൊക്കെയാണ് അപ്പിനെ കണ്ണനെ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്.
രണ്ടും ബൈക്കിലാണ് ഇറങ്ങിയിട്ടുണ്ട്. ചെക്കനെപ്പ പോക്കിടാ എല്ലാരും എല്ലാരും തല്ലാവന്നൂട്ടാണ് കൊറേ നാളായി വ്ലോഗിലൊക്കെ കണ്ടിട്ട് കാണിക്കട്ടെ. നീയൊക്കെ ഭയങ്കര ബിസി അല്ലേ? അങ്ങനെ റയലിന്റെ ആളായ അൽത്താഫിന്റെ മോന് നമ്മള് അർജന്റീനയുടെ ജെയ്സി കൊടുക്കാൻ പോണു ഗായ്സ്. അർജന്റീനയുടെ ഇടയാണ് എന്തായാലും. വേറെ വർത്താനൊന്നുമില്ല. അതെ അർജന്റീനയുടെ ജെയ്സി ഇട്ടാ മോനിക്കേ, അർജന്റീനയുടെ ജെയ്സി തരാട്ടാ. നീല കളർ പോരെ? നീല കളർ ഇതാണ് സൈലന്റ് ആവും. ഇതാണ് ക്യാമറ. എല്ലാവരും സൈലന്റ് ആവും. എന്തെങ്കിലും പറാശി എല്ലാരും കോട്ടിടണം. കോട്ടും റിസപ്ഷന് ഷർവാണി ഷോളും അമരക്പറന്തോണിൽ പിഷാരടി വന്നോലെ എല്ലാരും വന്നു. അതാണ് എന്റെ ആഗ്രഹം. ഷർവാണി ഇട്ട് ഷാളൊക്കെ. പെണ്ണായിട്ടില്ലേ? പെണ്ണൊക്കായി. പെണ്ണൊക്കെ തെറ്റായി. നിനക്ക് പെണ്ണായില്ലടാ. നിന്റെ മാമാണ മോള്. പെണ്ണൊന്നായിട്ടില്ല. കല്യാണം കഴിക്കാത്തൊരു കുറച്ചുണ്ട് ഇവിടെ. നിനക്കൊരു പുള്ളില്ലടാ. പുള്ളേർ രണ്ടെണ്ണം പോടാ. ഇതില് പെണ്ണില്ലാത്ത എനിക്കാണ്. എങ്ങനെ ഇട്ടല്ലടാ? പെണ്ണില്ല, പെണ്ണുങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം മറ്റേ ഇവിടെ നമ്മൾ വന്നേക്കണ പക്ഷേ കോഞ്ഞിക്കര എന്താണ് കോഞ്ഞിക്കര മറ്റേ മെന്നാൽ നടുവിൽ ടൈസ് ഒന്ന് കാണിച്ചേ. അപ്പൊ നമ്മുടെ ഇത് കാളാഞ്ചി ഇത് പാൽക്കറി. പാലുണ്ടാവില്ല, മിക്സ് അല്ലേ ഇരിക്കും. മെയിൻ സാധനം എത്തിയിട്ടുണ്ട് കാളാഞ്ചി കൂട്ടൻ. കാളാഞ്ചി കുടഞ്ഞെടുക്കുന്ന ആശി ഇതെന്താണ്? അപ്പൊ ഇന്നത്തെ ഫുഡടി ഇവിടെ കഴിഞ്ഞു. ഇനി ഇപ്പഴല്ല, വൈകിട്ട് ഒരു 6:30-7 മണിക്കാവും. ഇനി സിനിമക്ക് പോകണം, കിടന്നുറങ്ങണം. ഏതെങ്കിലും പടത്തിന് പോവാ, കിടന്നുറങ്ങുക. മെയിനായിട്ട് പർപ്പസ് വേറെ ഒന്നുമില്ല, AC-ലിരിക്കണം, അത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ ചൂടില്ലല്ലോ അധികം. ഇത് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് വണ്ടി. അപ്പൊ ഇന്ന് നമ്മള് ഫോർമാളിലോട്ട് വന്നേക്കാണ്. മുജീബിന് മസാജിൽ കയറണം ആഗ്രഹം. അല്ല, മസാജ് ചെയറിൽ കയറണം ആഗ്രഹം. അപ്പൊ അങ്ങനെ ഫോർമാളിലോട്ട് വന്നേക്കാണ്. അങ്ങനെ നമുക്ക് കിട്ടില്ല വ്യൂ. അപ്പൊ 6 വേണ്ടവർ വിളിക്കാം. പ്രിയ വാര്യറൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ച്. എന്റെ വ്ലോഗ് കാണാറുണ്ടെന്ന് പറഞ്ഞു. വലിയൊരു കാര്യം, പ്രൗഡ് മൊമെന്റ്. നമ്മൾ കേറാൻ പോണേണ്ട എക്സ്പീരിയൻസ് ഉണ്ട്. 10 മിനിറ്റ് എന്ത് 10 മിനിറ്റ് അത്യാവശ്യം കയറേണ്ടി വരും. 5 ഒരുമിച്ച് കയറാൻ പറ്റില്ല. ആണോ? എന്നാ ഞങ്ങൾ 3 പേര് കയറാം. ഞങ്ങൾ 3 പേര് കയറാം. 3 എണ്ണം നമുക്ക് 3 എണ്ണം പറഞ്ഞോട്ടെ, നീ അയാളെ പറഞ്ഞോട്ടെ. നല്ല സാധനമാണെന്ന് പറഞ്ഞ് ചെയ്താണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ചെറിയ ക്ലാസ്സിലോടുന്നത്, ചെറിയ ക്ലാസ്സിൽ പറ്റിച്ചവനാ. നിന്റെ ആശയുടെ ആശയുടെ മാംഗോ അല്ലേ ആശയെ? എങ്ങനെയുണ്ട്? ഉഷാറാണോ?
മോഷ്ടിച്ചു കുടിക്കുന്ന MJB. എന്താണ് ചോദിക്കണ്ടേ? ഈ സാധനം അടിക്കാനുള്ള ഒരു ടൈം വേണം എന്തായാലും. ഈ സാധനം ഉണ്ടാക്കാനുള്ള ഒരു ടൈം വേണ്ടേ? അത് തന്നില്ല. ചോദിക്ക് ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കണം. ഈ സമൂഹത്തിന് ഇതെന്തു പറ്റി? എടുക്കാൻ ആ പെണ്ണുകൊണ്ടോട് റാസിക്ക് മൂഞ്ചിന് ആളുടെ കൊച്ചപ്പാടും വേണമായിട്ട് എന്ത് പറ്റിയതാണിത്? വേറെ ആളെടുത്തുണ്ടോല്ല, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. വേണ്ടാത്ത പണിക്കുന്നിട്ടല്ലേ. കണ്ട കാറിന്റെ വീഡിയോ എടുക്കണേ. കാറിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട് ഗൈസ്? കാറ് ബാക്കിൽ ഇതേ വീട്ടിലെ വ്യൂ. അപ്പൊ നമുക്ക് ഫോർമുള്ള പരിപാടികളൊക്കെ കഴിക്കണം. മഴ കൊണ്ടാ പമ്പരം കറക്കി ഞാൻ പമ്പരം കറക്കി. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണാണ്. മുജീബ് അണ്ണൻ ഹാപ്പി മൂഡാണ്. അപ്പൊ ബൈ.